ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോസ്നിയയിലാണ് ഉള്ളത്. ബോസ്നിയ ക്രൊയേഷ്യൻ്റെ ഒരു നെയ്ബറിങ് കൺട്രിയാണ്. ഇന്നലെ എവിടെയാണ് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം നൈറ്റിൽ ഏകദേശം ഒരു 9:45 ആയപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രൊയേഷ്യ നിന്ന് ബോസ്നിയയിലേക്ക്. അപ്പോൾ അവിടെ ഒരു സ്റ്റാമ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു 5 minutes പോലും എടുക്കില്ല സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാമ്പ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നമ്മൾ സ്റ്റാമ്പിങ് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വന്ന് പിന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി ആയ ഒരു വാട്ടർഫോളും പിന്നെ എന്തായിരുന്നു ബ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെ 2 ഐറ്റിനറീസാണ് നമുക്കിത് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. ബോസ്നിയയും മോണ്ടനെഗ്രോയും ഒരു ബാൽക്കൺ കൺട്രി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബോസ്നിയയിൽ ഭയങ്കര ചൂടാണ്. നമ്മൾ പോയ സമയത്ത് ഓൾറെഡി അവിടെ ചൂടുള്ളൊരു കൺട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഏകദേശം 35 ഡിഗ്രിയൊക്കെ ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കാറ് നിർത്തി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തന്നെ അൺസൈക്കബിൾ ആയിരുന്നു. എനിക്ക് 2 കൺട്രി, അതായത് ബോസ്നിയയും മോണ്ടനെഗ്രോവും അധികം ഡിസ്റ്റൻസ് ഇല്ല, നെയ്ബറിങ് കൺട്രി ആണെങ്കിൽ പോലും രണ്ടിൻ്റെയും ലാൻഡ്സ്കേപ്പ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ബോസ്നിയ ഒരു ഡ്രൈ ലാൻഡും മോണ്ടനെഗ്രോ അത്യാവശ്യം വെജിറ്റേഷനൊക്കെ ഉള്ള ഒരു നല്ലൊരു ലാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ 2 ഐറ്റിനറിക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ സ്പ്രിംഗ് ഓഫ് റിവർ ബ്യൂണ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. നമ്മൾ ആ 2 ഐറ്റിനറിക്ക് ഇൻ ബിറ്റ്വീൻ ഇവിടെയും കൂടെ പോകുന്ന വഴിക്കായതുകൊണ്ട് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. പക്ഷേ ഇറ്റ് വാസ് വർത്ത്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ കണ്ടത്. നമ്മുടെ ഐറ്റിനറിയിൽ ഇല്ലാത്തൊരു വ്യൂ ആയിരുന്നു. എൻ്റെ ദൈവമേ, അവിടുത്തെ ആ ഒരു വ്യൂ ഒന്നും പറയാനില്ല. കാരണം ഗ്രീൻ കളർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നല്ല ബ്ലൂ കളർ വാട്ടർ. അവിടത്തേക്ക് നമുക്ക് ആക്ച്വലി മോളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പ്രീ ബുക്കൊക്കെ ചെയ്യണം തോന്നുന്നു. ഏതായാലും വെയിലും കൊണ്ട് ഇത്രയും ദൂരം നടന്ന് ആ വ്യൂ കണ്ടാൽ ഇറ്റ്സ് എ ബ്രീത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയും. ബോസ്നിയയിൽ പോകുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് സ്പ്രിംഗ് ഓഫ് റിവർ ബ്യൂണ എന്നാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല കിടുക്കൻ വ്യൂ. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് പ്ലാൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബ്രിഡ്ജ് കാണാൻ പോകും. ബോസ്നിയയിലെ ഒരു ഫേമസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പം ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ബ്രിഡ്ജ് കാണാൻ പോവാണ്. ബോസ്നിയയിലെ ഏറ്റവും ഫേമസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മോസ്റ്റാർ ബ്രിഡ്ജ്. എനിക്ക് ആക്ച്വലി ഇത് തോന്നുന്നത് നമ്മൾ ആനിമേറ്റഡ് മൂവിയിലൊക്കെ കാണില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു മാജിക്കൽ ഫീലായിരുന്നു എനിക്ക് ആ ബ്രിഡ്ജ് കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു പോർഷൻ. ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഒക്കെ നമുക്ക് നടന്നൊക്കെ പോകാം, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ ഒരുപാട് സുവനീർ ഷോപ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പറയുക, ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ ഒക്കെ കണ്ട് സുവനീർസ് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വാട്ടർഫോൾ കാണാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് വാട്ടർഫോളിലോട്ട്. ഐ തിങ്ക് ഒരു 1 hour ട്രാവലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വാട്ടർഫോളിലോട്ട്. പക്ഷേ സ്റ്റിൽ ആ വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം വേർത്താണെന്നുള്ളത്. ഇതാണ് ക്രൊയേഷ്യ വാട്ടർഫോൾസ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ആണ് ക്രൊയേഷ്യ വാട്ടർഫോൾ.
അപ്പോൾ ഇത് നമ്മുടെ 4th ഡേ ആണ്. നമ്മളിതാ റൂമിലാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ആ വാട്ടർഫോളൊക്കെ കണ്ട് നേരെ ഇവിടെ വന്ന് കിടന്നു, കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു ഭൂമി. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്യാം കേട്ടോ. ബോസ്നിയയിലെ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. ഇന്നലെ രാത്രിയും ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഈ റൂം ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നമ്മൾ മോണ്ടിനെഗ്രോയിലോട്ട് പോകണം, അതായത് നമ്മുടെ നെക്സ്റ്റ് കൺട്രി. അതും ഇതിൻ്റെ നെയ്ബറിങ് കൺട്രി തന്നെയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. മഴയാണ്, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതും. അപ്പം ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഒരു റൂം. ഇവിടെ കിച്ചണും സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വാഡ്രോബും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അടുത്ത റൂം. ഇവിടെ റൂം, പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അടച്ചോ. ആ കൊടയും ബാഗും വെച്ചതൊക്കെ നനഞ്ഞു. ഇപ്പം നമ്മളിതാ മോണ്ടിനെഗ്രോ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട് ബോർഡർ ക്രോസിങ്ങിൽ. അപ്പോൾ നല്ല മഴയുമാണ് പുറത്ത്. ഭൂമി ക്യാൻ സേ ഹായ്. അതാ പുറത്ത് നല്ല മഴയാണ്. ഇപ്പം നമ്മൾ മോണ്ടിനെഗ്രോ ബോർഡറിൽ തന്നെ ഇപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇവിടെ നിന്നു. മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബോസ്നിയയുടെയും മോണ്ടിനെഗ്രോയുടെയും ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബോസ്നിയ ഒരു ഡ്രൈ ലാൻഡ് ആണെങ്കിൽ മോണ്ടിനെഗ്രോ ഞങ്ങളെ വെൽക്കം ചെയ്തത് ഈ ഫോഗ്, മഞ്ഞ്, മഴ ഇതൊക്കെ കൊണ്ടാണ്. രണ്ടിൻ്റെയും ലാൻഡ്സ്കേപ്പ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെജിറ്റേഷനാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് കമ്പാരിറ്റീവ്ലി ബോസ്നിയനേക്കാളും ഇഷ്ടപ്പെട്ടത് മോണ്ടിനെഗ്രോ ആണ്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ നിന്ന് എയർബിഎൻബിയിലെ വ്യൂ തന്നെയായിരുന്നു. ഈ എയർബിഎൻബിയിലോട്ട് കയറാൻ ഇച്ചിരി പണിപ്പെട്ടാട്ടോ ഞങ്ങൾ കയറിയത്. ഇതുപോലെയുള്ള ചെറിയ വഴിയുണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേടിച്ചിട്ടാണ് കയറിയത്. പക്ഷേ സ്റ്റിൽ എൻഡ് ഓഫ് ദി ഡേ ആ വ്യൂ, നമ്മൾ അവിടെ എത്തിയപ്പോൾ കിട്ടിയ ആ വ്യൂ ഒരു രക്ഷയില്ല. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ മുമ്പിൽ നല്ല ബ്ലൂ കളർ ബീച്ചും മൗണ്ടെയ്ൻസും പിന്നെ ആ കുറേ ബിൽഡിങ്സും ഒക്കെ ആയിട്ട് എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ മോണ്ടിനെഗ്രോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ റൂമും അവിടെ നിന്നുള്ള വ്യൂ. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അവിടെ നിൽക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മോളെ എപ്പോഴും ഞങ്ങൾ സേഫായിട്ട് ഉള്ളിൽ തന്നെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് എ ബ്രീത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവസാനം മഴ നമ്മളെ ചതിച്ചു ഗൈസ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല മോണ്ടിനെഗ്രോ. തിരിച്ച് പിന്നെയും വരും. കുറച്ച് സാധനങ്ങൾ അങ്ങനെ ബാക്കി വെക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെയും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. മഴ ഞങ്ങളെ ചതിച്ചെങ്കിലും ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ മോണ്ടിനെഗ്രോ തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് ഫ്ലൈറ്റാണ് കേട്ടോ. ആ മോർണിംഗ് ഫ്ലൈറ്റ് ഇച്ചിരി കുറച്ച് ഹറിബറി ആയിരുന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു ഫ്ലൈറ്റ് മിസ്സായി പോകുമെന്നുള്ളത്. കാരണം ഇൻ ബിറ്റ്വീൻ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കൺട്രി മാറുന്നതിൻ്റെ. നമ്മൾ മോണ്ടിനെഗ്രോന്ന് ഡുബ്രോൺവിക്ക് വന്നിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയത്. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, 45 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ കിട്ടുമോ എന്നൊക്കെ പേടിച്ചു. ബട്ട് എല്ലാം ഭംഗിയായിരുന്നു അവസാനം. അങ്ങനെ നമ്മൾ സേഫായിട്ട് സ്വീഡനിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.